ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ വിലപ്പോകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സർക്കാർ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും മന്ത്രി. ഇരിങ്ങാലക്കുടയിൽ ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണമിടപാട് നടത്തുന്നതായി വിവരം പുറത്ത്. ഓഡിയോ സന്ദേശം ടിസിവിക്ക് ലഭിച്ചു. വർണ്ണക്കാഴ്ചയൊരുക്കി ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട്. എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിന് വൻ തിരക്ക്. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിരശീല ഉയർന്നു. ഇൻഫോക് മനുഷ്യ മനസ്സുകളെ മാനവികതയിലേക്ക് കൈപിടിച്ചു കയറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 3 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ അരങ്ങിലെത്തും. ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ടോൾ കമ്പനി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയാകുന്നു. ടോൾ കമ്പനി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ടാങ്കുകൾ ഉപയോഗശൂന്യമായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെപിസിസി അധ്യക്ഷൻ. തരൂരിന്റെ വിമർശനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതുപക്ഷേ പാർട്ടിക്കകത്താണ് രേഖപ്പെടുത്തേണ്ടത്. ശശി തരൂർ പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തെ തിരുത്താനോ വിമർശിക്കാനോ താൻ ആളല്ല. പക്ഷേ അതിരുവിടരുതെന്നാണ് തന്റെ അഭിപ്രായം. ശശി തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പുമായി ഡിസ്കസ് ചെയ്യുക. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിലൊരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോധപൂർവമുള്ളൊരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിനെ തിരുത്താം. അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല. AK ബാലന്റെ ചൂണ്ടയിലൊന്നും അദ്ദേഹം കുരുങ്ങില്ലെന്നും സുധാകരൻ പറഞ്ഞു. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. CPM-ന്റെ വ്യാമോഹം മാത്രമാണ്. അതിലൊന്നും അദ്ദേഹം CPM-ടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. സംസ്ഥാന കോൺഗ്രസിന് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനത്തോട് നന്നാകാൻ നോക്കാം എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ മറുപടി. എൻ്റെ ലീഡർഷിപ്പിൻ്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നി അതാണെങ്കിൽ പിന്നെ എനിക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. TCV ന്യൂസ്, തൃശൂർ. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനും ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങളും ശമ്പള വർധനവും നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വഴിക്കിട്ടടിക്കണമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മക്കൾ ദൗർബല്യമായ മുഖ്യമന്ത്രിയെ ദുർബലനാക്കാൻ മക്കളെ പറഞ്ഞാൽ മതിയെന്നും സുധാകരൻ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ പുഴയ്ക്കലിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കി. പങ്കാളിത്ത പെൻഷൻകാരോട് പക പോക്കുന്നു. പിണറായി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും ജീവനക്കാർക്ക് ബാധ്യതയായി മാറി. എല്ലാം കൈവിട്ട ഈ സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ എല്ലാവരും മുഴുവൻ വീര്യവും പുറത്തെടുത്ത് മുന്നിട്ടിറങ്ങണം. ലജ്ജാകരമായ ഒരു ഭരണകൂടത്തിന്റെ കാലഘട്ടമാണിതെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. പങ്കാളിത്ത പെൻഷൻകാരോട് പകപോക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. ജീവനക്കാരുടെ കാര്യം വരുമ്പോൾ പിണറായി വിജയന്റെ കൈവിറക്കും. അർഹതയുള്ള ആളുകൾക്ക് കിട്ടാതെ അനർഹരായ ആളുകൾക്ക് ഇതുപോലെ ഖജനാവിലെ പണം ഒഴുക്കാൻ നിന്നാൽ ആരാണ് മറുപടി പറയുക? ആരാണത് പരിരക്ഷിക്കുക? മുഖ്യമന്ത്രിക്ക് പണം ഒരു ദൗർബല്യമാണ്. എവിടുന്നും അത് അടിച്ചുവാരി വീട്ടിലേക്ക് കൊണ്ടുപോകും. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ ദൗർബല്യമായ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മക്കളെ വെച്ച് പറഞ്ഞാൽ പിണറായി ദുർബലനാകും. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ജനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. എല്ലാം മക്കൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തിരി നന്നാവാൻ നോക്ക്. ഇത്തിരി നിങ്ങൾ മനസ്സ് തുറക്കും. ഇത്തിരി നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാനും സമൂഹത്തെ ഉൾക്കൊള്ളാനും സാധിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്,
യൂണിയൻ ജനറൽ സെക്രട്ടറി VM ഷൈൻ, മുൻ MLA MP വിൻസെന്റ്, മുൻ മേയർ IP പോൾ, യൂണിയൻ ട്രഷറർ B ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമി എന്നതിൽ സർക്കാർ മുറുകെ പിടിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുമോ എന്ന സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് നടത്തിക്കൊടുക്കും. സർക്കാർ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും മനഃപൂർവ്വമായ ഒരു കാലതാമസത്തിനും ഇടവരുത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ദുരിതബാധിതർക്ക് ഒരു പേടിയുടെയും ആവശ്യമില്ലെന്നും സമരത്തെ സർക്കാർ വിലക്കില്ലെന്നും ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശത്രുതാപരമായ നിലപാടാണല്ലോ കേന്ദ്രം എടുത്തു പോകുന്നത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണ്ടേ? സ്വാഭാവികമല്ലേ അങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നത്? എന്തേ കേരളത്തിനോട് ഇത്ര വിരോധം? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? എന്താണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന വിഹിതം കേരളത്തിൽ കിട്ടാതെ പോകുന്ന ഈ ദുരന്തം ഏതെങ്കിലും വിധത്തിൽ കുറവുണ്ടായതാണോ? അപ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. സമരങ്ങൾ ഉണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശമാണ് സമരങ്ങൾ ചെയ്യുക എന്നുള്ളത്. സർക്കാർ കൃത്യമായ ധാരണയോടുകൂടി ഏറ്റവും നല്ല വഴികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. 5 സെൻറ്റ് എൽസ്റ്റോണിൽ 5 സെൻറ്റ് എന്ന് നിശ്ചയിക്കാനുണ്ടായ കാര്യം സ്വാഭാവികമായിട്ടും ഡിസംബർ 27 അകത്ത് കിടന്ന് പരിശോധന നടത്താൻ അനുവാദം കിട്ടിയത്. 5 സെൻറ്റ് എന്ന് പറഞ്ഞത് സാങ്കേതികമായിട്ട് ആളുകളുടെ എണ്ണം കൂടി കണക്കിലാക്കി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഘട്ടം വെച്ചാണ്. ഇപ്പോൾ 5 സെൻറ്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെൻറ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. ആ സാഹചര്യം ഉണ്ടായാൽ അതും നടത്തി കൊടുക്കാൻ ഒരു പ്രയാസവും ഗവൺമെൻറ് ഉണ്ടാവില്ല. ഏതെങ്കിലും വിധത്തിൽ ദുരന്തബാധിതരോട് ചേർത്ത് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും ലഭ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ദുരന്തബാധിതരുടെ മുമ്പിലേക്ക് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകുന്ന പ്രശ്നമില്ല. അവർ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ആരുമായിട്ടും ആ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായുള്ള വിവരം പുറത്ത്. ഇടപാടുകാരോട് കള്ളപ്പണം വരുന്നതായി ഉടമകൾ വെളിപ്പെടുത്തിയെന്ന വിവരത്തിന്റെ ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 150 കോടിയാണ് ബില്യൺ ബീസ് സ്ഥാപനത്തിന്റെ മറവിൽ ബിപിൻ കെ ബാബുവും സഹോദരങ്ങളും ചേർന്ന് തട്ടിയെടുത്തത്. 10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ മുതൽ 50,000 രൂപ വരെ വരുമാനവും 36% ലാഭവും ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഇടപാടുകാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. 2019 ബിപിൻ കെ ബാബുവും സഹോദരങ്ങളും ചേർന്ന് സ്ഥാപനം തുടങ്ങിയത്. നമ്മുടെ ഇന്നലെ എത്തിയിട്ടില്ല. ഇന്നത്തേക്ക് എത്തുന്നു പറഞ്ഞവര്. ഇന്നലെ ബൈറോടെ ഇപ്പൊ കുറച്ച് എന്തോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞവര്. അപ്പൊ ഇന്ന് എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ചേട്ടൻ എപ്പോ കിട്ടുന്നുള്ളൂ കയ്യില്. ഇന്ന് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഇന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഇന്നത്തേക്ക് തന്നെ പറ്റില്ല. കാരണം അത് നമ്മള് അവിടെ കൊടുത്ത്, കാരണം ഇപ്പൊ ചേട്ടൻ അറിയാം തൃശ്ശൂർ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടേക്ക് എത്താൻ സംഭവം അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബിബിനെ വിളിക്കവര്. അത് കഴിഞ്ഞിട്ട് ബിബിന് എന്താ പറയുന്നത് ഞാൻ ചേട്ടനോട് ഞാൻ പറയാം. ചേട്ടൻ അറിയാലോ അതിന്റെ റിസ്കും കാര്യങ്ങളും. നമുക്കത് പെട്ടെന്ന് അവിടെ നിന്ന് നനക്കാനോ കാരണം പറ്റില്ല. കാരണം ഇപ്പോ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട് അവിടെ തൃശ്ശൂർ. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു കമ്പനി അവിടെ എന്തോ പ്രവാസി വ്യവസായികളുടെ ഒരു കമ്പനി പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്ത് ബിബിനെ വിളിച്ചു പറയവര്. നമ്മളെ വിളിക്കില്ല, ബിബിനെ വിളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ബിബിൻ എന്താന്ന് പറയുന്നത് ചേട്ടൻ ഞാൻ പറയാം. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന സാമ്പിൾ വെടിക്കെട്ട് കസറി. എങ്കക്കാട് ദേശമാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തിയത്. തോമസ് അങ്കമാലിയാണ് എങ്കക്കാട് ദേശത്തിനു വേണ്ടി സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കിയത്. ആയിരങ്ങളാണ് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഉത്രാളിക്കാവിലെത്തിയത്. കർശന സുരക്ഷ പാലിച്ചായിരുന്നു സാമ്പിൾ വെടിക്കെട്ട്. സാമ്പിളിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ആൽത്തറയിൽ മേളവിസ്മയം അരങ്ങേറി. കലാമണ്ഡലം ശിവദാസൻ മാരാരും സംഘവുമാണ് വാദ്യവിസ്മയ വിരുന്നൊരുക്കിയത്. പൂരദിനമായ 25 വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് കുമരനെല്ലൂർ ദേശം വെടിക്കെട്ട് നടത്തും. ദേശമംഗലം സുരേന്ദ്രനും K വിജയകുമാർ ശിവകാശിയുമാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. 26 പുലർച്ചെ 5 മണിക്ക് വടക്കാഞ്ചേരി ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കും.
ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുള്ള എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ആനച്ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ആനച്ചമയ പ്രദർശനം വടക്കാഞ്ചേരി SHO റിജിൻ തോമസ്, കേണൽ ഉണ്ണികൃഷ്ണൻ ചെമ്പത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. തിരുവമ്പാടി ദേവസ്വമാണ് ചമയ പ്രദർശന സജ്ജീകരണം നിർവഹിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി കുമരനെല്ലൂർ ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം തിങ്കളാഴ്ച നടക്കും. വടക്കാഞ്ചേരി ദേശത്തിന്റെ ചമയ പ്രദർശനം കരിമരക്കാട് ശിവക്ഷേത്ര പരിസരത്തും കുമരനെല്ലൂർ ദേശത്തിന്റെ ചമയ പ്രദർശനം കരിവർണ്ണ ശിവക്ഷേത്ര പരിസരത്തുമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ദശമി വിളക്ക് ഭക്തിസാന്ദ്രമായി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ മേളവും ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. പ്രസിദ്ധമായ ഏകാദശി വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 10 മണിക്ക് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. ഉച്ചയ്ക്ക് ശീവേലി എഴുന്നള്ളിപ്പും രാത്രി വിളക്കാചാരവും ഉണ്ടാകും. ചൊവ്വാഴ്ച നടക്കുന്ന ദ്വാദശി ഊട്ടോടെ ഉത്സവം സമാപിക്കും. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. ഇറ്റ്ഫോക് മനുഷ്യ മനസ്സുകളെ മാനവികതയിലേക്ക് കൈപിടിച്ചു കയറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര താരം M. നാസർ മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രി K. രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഇറ്റ്ഫോക് ജൂറി മെമ്പർ മല്ലിക താനേജോ, ഫെസ്റ്റിവൽ ഡയറക്ടർ B. അനന്തകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനം തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സ് വേദിയിൽ കാത്തകഥ പപ്പറ്റ് ആർട്സ് ട്രസ്റ്റിന്റെ ദി നൈറ്റ്സും ആക്ടർ മുരളി തിയേറ്ററിൽ ബാംഗ്ലൂർ ഭൂമിക ട്രസ്റ്റ് അവതരിപ്പിച്ച ഹയവദന എന്ന നാടകവും അരങ്ങേറി. നാടക പ്രേമികൾക്കായി ഗൌളി മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. നാടകോത്സവം മാർച്ച് 2-ാം തീയതി സമാപിക്കും. From simple volunteers to the staffs of this institution. വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു മാമിനെ ക്ഷണിക്കുന്നു. നാടകപ്രേമികളുടെ സംഘടിപ്പിക്കാനായത് ഈ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഏറ്റവും നല്ല ഈ വർഷം അത് തന്നെയാണ്. What of step, of deed and passions? Where is he? Where to find him? യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ടോൾ കമ്പനി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയാവുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ കമ്പനി വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചത്. കോവിഡ് കാലത്ത് സ്ഥാപിച്ച ടാങ്കുകൾ മാസങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമാവുകയായിരുന്നു. ഉപകരാർ നൽകിയ സ്ഥാപനം കൃത്യമായി പരിപാലിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത്. 100 ലിറ്ററിന് മുകളിലുള്ള ടാങ്കുകളാണ് സ്റ്റാൻഡിൽ ഘടിപ്പിച്ച് ഓരോ ബസ് സ്റ്റോപ്പുകളിലും സ്ഥാപിച്ചിരുന്നത്. മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള പാതയുടെ ഇരുഭാഗത്തും ടോൾ കമ്പനി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമെല്ലാം ടാങ്കുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പലയിടത്തും ഇവ നശിച്ച നിലയിലാണ്. ഉപയോഗശൂന്യമായ ടാങ്കുകൾ യാത്രക്കാർക്ക് തടസ്സമായി തുടങ്ങിയതോടെ നാട്ടുകാർ തന്നെ ഇത് മാറ്റിവെക്കുന്ന സ്ഥിതിയായി. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് പുതുക്കാട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ വാട്ടർ ടാങ്ക് പഞ്ചായത്ത് അംഗം സെബി കൊടിയന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച നീക്കം ചെയ്തു. കടുത്ത വേനലിൽ ബസ് സ്റ്റോപ്പിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും കുടിവെള്ളം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി
കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. അതിപ്പോൾ ഒരു 10 വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ സ്റ്റോപ്പ് പണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂടുകാലം വരികയാണ്. നമുക്കൊരു കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ആളുകൾ വന്ന് നോക്കും, അവർക്കൊരു കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതേപോലെ ടാങ്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇന്നേ വരെ അതിവിടെ കിട്ടിയിട്ടില്ല. ടോൾ പിരിവിലൂടെ കോടികൾ കൊയ്യുമ്പോഴും യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ടോൾ കമ്പനിയുടെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ദേശീയപാതയോരത്തെ കുടിവെള്ള പദ്ധതി. TCV ന്യൂസ്, പുതുക്കാട്. അമ്പലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആമ്പലൂർ ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് സമീപത്തായിരുന്നു അപകടം. വൈറ്റിലയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സിന് പുറകിൽ കട്ടപ്പനയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. മുന്നിൽ പോയിരുന്ന കാർ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലെ കമ്പികളിലും സീറ്റുകളിലും ഇടിച്ചാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. വിൽപ്പനയ്ക്കായുള്ള മത്സ്യം അനധികൃതമായി നശിപ്പിക്കുന്നത് തടയുമെന്നും മാർച്ച് മാസത്തിൽ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി മത്സ്യവ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉന്നതതല ചർച്ചയ്ക്ക് വേദിയൊരുക്കുമെന്നും റവന്യൂ മന്ത്രി K. രാജൻ ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ കാൽഡിയൻ സെന്റർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണൽ ഖനനം ചെയ്യുന്നത് മത്സ്യസമ്പത്തിനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ദോഷകരമായി വരികയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള മുൻകരുതലുകളോ പഠനങ്ങളോ നടത്താതെ നമ്മുടെ സമ്പത്തായിട്ടുള്ള മത്സ്യങ്ങളുടെ ഉറവിടങ്ങൾക്ക് കൂടി ഇട നൽകുന്ന തീരങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനും കേരളത്തിൻ്റെ തീരങ്ങളെ കോർപ്പറേറ്റ് മൂലധന മുതലാളിമാർക്ക് തീർക്കാനും വേണ്ടി നടത്തുന്ന ഈ അനധികൃതമായിട്ടുള്ള തെറ്റായ ഒരു ഖനനം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് തീരദേശ മത്സ്യകുടുംബങ്ങളാകെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ നയം മാറ്റിയേ മതിയാകും. കേരളത്തിലെ തീരങ്ങളിൽ ചാവക്കാട് ഉൾപ്പെടെ കേരളത്തിന്റെ തീരങ്ങളിൽ അനധികൃതമായി മണ്ണ് ഒരു കണക്കുമില്ലാതെ എടുത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളില്ലാതെ ലാഭം എന്ന ഒറ്റ കാര്യത്തിന്റെ പേരിൽ മാത്രം കേരളത്തിന്റെ തീരങ്ങളെ അപകടകരമായ വിധത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ തീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടതുണ്ട് രാഷ്ട്രീയത്തിനതീതമായി എന്ന കാര്യം കൂടി വളരെ ശ്രദ്ധയോടെ നാം ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. കേരളത്തിന്റെ തീരങ്ങളിൽ അനധികൃതമായി മണൽ എടുക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രീയമായി മത്സ്യപരിശോധനയ്ക്കായി കൂടുതൽ ലാബുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. AKF MCA സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയനാട് പ്രളയബാധിതർക്കായി ആദ്യ ഗഡുവായി 10 ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി VV അനിൽ മന്ത്രി K. രാജന് കൈമാറി. കോർപ്പറേഷൻ മേയർ MK വർഗീസ്, TJ സനീഷ് കുമാർ MLA, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, സംഘാടക സമിതി ചെയർമാൻ PA ഹസൻ, AKF MCA സംസ്ഥാന ട്രഷറർ AR സുധീർ ഖാൻ, ജോയിന്റ് സെക്രട്ടറി PH റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. കലാമണ്ഡലം കേരളത്തിന്റെ സാംസ്കാരിക സർവകലാശാലയായി മാറേണ്ട ആവശ്യമുള്ളതായും കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് കേരളമാണെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. കലാമണ്ഡലം ഫെലോഷിപ്പ് എൻഡോവ്മെന്റ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ ഫെലോഷിപ്പുകൾ സദനം വാസുദേവൻ, കലാമണ്ഡലം KG വാസുദേവൻ എന്നിവർക്ക് K. രാധാകൃഷ്ണൻ MP സമ്മാനിച്ചു. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്രം വിലാസിനിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള അവാർഡുകളും MP വിതരണം ചെയ്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് അവാർഡുകൾ UR പ്രദീപ് MLA വിതരണം ചെയ്തു. ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗം K. രവീന്ദ്രനാഥൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ V. ഷാജി സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ യുവാവ് മുങ്ങി മരിച്ചു. ചെങ്ങാലൂർ പനംകുളം വീട്ടിൽ പോളിന്റെ മകൻ 33 വയസ്സുള്ള ജിബിനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. സുഹൃത്തിനൊപ്പം എത്തിയ ജിബിൻ തടയണയ്ക്ക് താഴെ അഗാധമായ കയത്തിലേക്ക് കുളിക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിടിച്ച് മേലൂർ വില്ലേജ് ഓഫീസർ മരിച്ചു. ചാലക്കുടി പോട്ട കുറിച്ചിയത്ത് 52 വയസ്സുള്ള സൂരജ് എൻ മേനോനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊരട്ടിയിൽ വില്ലേജ് ഓഫീസറായിരുന്ന സൂരജ് 2 മാസം മുൻപാണ് മേലൂരിലേക്ക് എത്തിയത്. അന്നഗര വടക്കേ കോൾപ്പടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. അന്നഗര കോക്കൂർ റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. വടക്കൻ വർഗീസ്, വാഴപ്പള്ളി ലോറൻസ്, എലുവത്തെങ്കൽ ഗബ്രിയേൽ, എലുവത്തെങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, NS പ്രബീൻ എന്നീ കർഷകരുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ നെൽകൃഷിയാണ് വെള്ളമില്ലാതെ പ്രതിസന്ധിയിലായത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 100 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ വാങ്ങിവെച്ച രാസവളം ഉപയോഗിക്കാനും കഴിയുന്നില്ല. നെൽകൃഷി നശിക്കുന്ന വിവരം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. 1 മാസമായിട്ടും 1.5 മാസമായിട്ടും പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്താണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവര് മോട്ടോറുകളും സംവിധാനങ്ങളും ഓരോ ദിവസവും പുതിയത് തരാം അല്ലെങ്കിൽ ഉണ്ടാക്കി തരാമെന്നുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും ഒരു സംവിധാനം കടമെടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. 1 ഏക്കറിൽ കൃഷി ചെയ്യുന്നതിന് 35,000 മുതൽ 40,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൃഷിക്കായി പടവിലേക്ക് വെള്ളം ഇറക്കുന്നതിന് ചെറിയ മോട്ടോറുകളാണ് നിലവിലുള്ളത്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, പാവറട്ടി. അനശ്വരമായ കൽപ്പനകളും അനുഭവങ്ങളും രചനാ വൈഭവത്തിന്റെ അടിത്തറയാകുന്ന ആധുനിക മലയാള സാഹിത്യം അഭിമാനകരമാണെന്ന് സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ പറഞ്ഞു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേരൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഗ്രന്ഥാവലോകനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K. രഘുനാഥൻ രചിച്ച അജ്ഞാതനാമയും ജോളി ചിറയത്ത് രചിച്ച നിന്നുകത്തുന്ന കടലുകളും പരിപാടിയിൽ ചർച്ച ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ K. രഘുനാഥൻ, ജോളി ചിറയത്ത്, പ്രഭാഷകരായ KK യതീന്ദ്രൻ, P. വിനോദ്, ജിഷ്ണു, R. കാര്യാവിൽ, ഫോറം സെക്രട്ടറി PR കേശവനും അപർണ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് ബാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ താമസിക്കുന്ന പ്രദീപിനാണ് കുത്തേറ്റത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പ്രദീപിന്റെ സുഹൃത്ത് സനുവാണ് ആക്രമിച്ചത്. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇയാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള സോയയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സോയയെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ മരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരളോത്സവത്തിൽ ക്ലബിനെ പരാജയപ്പെടുത്തിയതിൽ ചാവക്കാട് ആലിപ്പിരി സെന്ററിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവത്ര ചീനിച്ചൂട് മാറ്റാൻതറ വീട്ടിൽ അർഷാദിനെയാണ് പാലക്കാട് നിന്ന് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേരളോത്സവത്തിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 2 ക്ലബ്ബുകളും തർക്കം നിലവിലുണ്ടായിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ TS അനുരാജ്, വിഷ്ണു S നായർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ, പ്രദീപ്, രജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മികവിന്റെ നാമധേയമായി മുന്നേറുകയാണ് വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂൾ. തൃശൂർ ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും 7 കിലോമീറ്ററോളം മാറി വെങ്ങണിശ്ശേരി എന്ന ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഹിൽ ടോപ്പിലാണ് ഗുരുകുലം പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 8.5 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ വിദ്യാലയം CBSE അഫിലിയേറ്റഡ് ആണ്. രക്ഷിതാക്കളുടെ അഭിപ്രായത്തിനും കുട്ടികളുടെ അഭിരുചിക്കും പ്രഥമ പരിഗണന നൽകുന്ന ഈ സരസ്വതി മന്ദിരം കഴിഞ്ഞ 32 വർഷമായി 100% വിജയം നേടി ജില്ലയ്ക്ക് അഭിമാനമായി നിലകൊള്ളുകയാണ്. CBSE അധ്യാപകർക്ക് ട്രെയിനിംഗ് നൽകുന്ന പാനലിലെ അധ്യാപകർ നേതൃത്വം നൽകുന്ന അധ്യാപകരുടെ ശിക്ഷണത്തിൽ 1000-ലധികം വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. തൃശൂരിൽ ആദ്യമായി സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവന്നതിന് പുറമെ സ്കൂളുകളിൽ അപൂർവമായി മാത്രമുള്ള അഡൾട്ട് ടിങ്കറിംഗ് ലാബ് സൗകര്യം വരെ ഒരുക്കിയാണ് ഗുരുകുലത്തിന്റെ പ്രവർത്തനം. കൂടാതെ കിഡ്സ് ഗാർഡൻ, സ്വിമ്മിംഗ് പൂൾ, വിശാലമായ കളിസ്ഥലം, ആധുനിക രീതിയിലുള്ള ലാബുകൾ എന്നിവയെല്ലാം സജ്ജമാണ്.
പഠനത്തിനൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിലും ഒരുപോലെ മികവ് തെളിയിക്കുന്ന ഗുരുകുലം സ്കൂൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് യോഗ, കളരി, കരാട്ടെ, ചെസ്, അബാക്കസ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ഫുട്ബോളിൽ ജില്ലയിലെ മികച്ച സ്കൂൾ ടീമുകളിലൊന്നായ ഗുരുകുലം കബഡിയിൽ ദേശീയ തലത്തിലെ ടോപ്പ് ടീമുകളിലൊന്നാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC യൂണിറ്റുകളുടെ പ്രവർത്തനവും മികവുറ്റതാണ്. വരും അധ്യയന വർഷത്തിലും മികവ് ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗുരുകുലം പബ്ലിക് സ്കൂൾ. കൂടുതൽ വിവരങ്ങൾക്ക് 9496631339. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. 18 കാവുകളിലൊന്നായ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. 1956 നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ്. സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ വനിതകളെ അണിനിരത്തി പോരാട്ടം നടത്തിയാണ് ദുരാചാരം അവസാനിപ്പിച്ചത്. മാറുമറയ്ക്കൽ സമരവിജയത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനമാണ് മണിമലർക്കാവ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിക്കാൻ കാരണമായത്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങിയ വിവിധതരം പരിപാടികൾ സമ്പന്നമായ കേരളത്തിലെ ടൂറിസം വെബ്സൈറ്റിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ ഗ്രാമമായ വേലൂരും സ്ഥാനം പിടിച്ചത് നാട്ടുകാർ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. TCB ന്യൂസ്, എരുമപ്പെട്ടി. കുന്നോളം, പഴഞ്ഞി, അരുവായി, ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. 45 ദേശങ്ങളിൽ നിന്ന് 50 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തിങ്കളാഴ്ച വേല ആഘോഷത്തിൽ 25 കമ്മിറ്റികളിൽ നിന്നായി വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷൈജു, ജോയിന്റ് സെക്രട്ടറി EV അനിൽകുമാർ എന്നിവർ പൂരാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി സ്റ്റാലിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ആരോഗ്യ മേഖലയ്ക്ക് സമഗ്ര ആരോഗ്യ പരിപാലന ആക്ട് വേണമെന്നും തെളിവെടുപ്പ് പൂർത്തിയായ മിനിമം വേജ് പരിഷ്കരണം ഉടൻ പ്രഖ്യാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാലക്കുടി പോട്ടയിൽ കാറിനകത്ത് കയറി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിൽ മധ്യവയസ്കനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോട്ട സ്വദേശി തോട്ടപ്പറമ്പൻ ബൈജുവിനെയാണ് ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി പീതാംബരന്റെ 25,500 രൂപയാണ് ശനിയാഴ്ച വൈകിട്ട് പ്രതി കവർന്നത്. കവർച്ചയടക്കം 6 കേസുകളിൽ പ്രതിയാണ് ബൈജു. വാണിജ്യം. സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് റണ്ണിംഗ് മെറ്റീരിയലിന്റെ മഹാ കളക്ഷനുമായി ക്വീൻ ഡിസൈനോ കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലാണ് ക്വീൻ ഡിസൈനോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. സിനിമാ താരങ്ങളായ മിയ ജോർജ്, സുനിൽ സുഗത എന്നിവർ മുഖ്യാതിഥികളായി. രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യമുണ്ടായ ചടങ്ങിൽ സ്ഥാപന ഉടമകളായ നിയാസ് PM, T ജാസിർ, ഷബീബ് ബാബു, ഷബീർ അഹമ്മദ് എന്നിവരും PM മജീദ്, PM അനീസ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. മനം കവരുന്ന നിറങ്ങൾ, രാജകീയ ഡിസൈനുകൾ, ശ്രേഷ്ഠമായ തുണിത്തരങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച സവിശേഷ മെറ്റീരിയലുകൾ ഇവിടത്തെ പ്രത്യേകതയാണ്. ലെഹങ്ക, ചുരിദാർ, സാരി, ബ്ലൗസ്, കുർത്ത, മറ്റു വസ്ത്രങ്ങൾ എന്നിവ തയ്യാറാക്കാനായി തുണിത്തരങ്ങൾ ഇവിടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. സവിശേഷമായ തുണിത്തരങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9946442434. ശരീര സൗന്ദര്യത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കി VMB ഫിറ്റ്നസ് ബോട്ടിക് തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരി കിണർ സ്റ്റോപ്പിന് സമീപം ഗുരുദേവ് ലൈനിൽ പ്രവർത്തിക്കുന്ന VMB ഫിറ്റ്നസ് അക്കാദമിയിലാണ്
VMB ഫിറ്റ്നസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗായോ ഫിറ്റ്നസ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ദിലീപ് M. ഹെബിൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തഹസിൽദാർ T. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. 3 നിലകളിലായുള്ള കെട്ടിടത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരവും ഫിറ്റ്നസ് മോഡലുമായ ഷിയാസ് കരീം, ബിഗ് ബോസ് താരം ജിൻഡോ ബോഡി ക്രാഫ്റ്റ്, ചലച്ചിത്ര താരം ലിയോണ ലിഷോയ്, T. ജയശ്രീ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ, മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയുമായ സുമേഷ് റാവു, മിസ് കേരള ആരതി കൃഷ്ണ, ഫിറ്റ്നസ് മോഡൽ CS ആര്യ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. VMB ഫിറ്റ്നസ് അക്കാദമി CEO VM ബഷീർ, VMB ഫിറ്റ്നസ് ബോട്ടിക് മാനേജിംഗ് പാർട്ണർ നദീറ ബഷീർ, ബിസിനസ് പാർട്ണർ മിനി ആനന്ദ് തുടങ്ങി ബന്ധുമിത്രാദികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. VMB ഫിറ്റ്നസ് ബോട്ടിക്കിന് പുറമെ VMB ക്ലിനിക്കൽ ഫിറ്റ്നസ്, ടോക്കോംസ്, ദി ഗ്ലോബൽ ഓൺലൈൻ ജനറേഷൻ ഫിറ്റ്നസ്, ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഫിനിഷിംഗ് സ്കൂൾ എന്നിവ കുറുക്കഞ്ചേരി VMB ഫിറ്റ്നസ് അക്കാദമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തും സ്വദേശത്തും ഫിറ്റ്നസ് പ്രൊഫഷണലുകളായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ദേശീയ അന്തർദേശീയ പരിശീലന കോഴ്സുകൾ ഇവിടെ നൽകി വരുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശശി തരൂർ കോൺഗ്രസ് വിട്ട് CPM-ൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ. വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ വില പോകില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സർക്കാർ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും മന്ത്രി. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ പീസ് നിക്ഷേപ തട്ടിപ്പ് പിന്നിൽ കള്ളപ്പണമിടപാട് നടന്നതായി വിവരം പുറത്ത്. ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. വർണ്ണക്കാഴ്ചയൊരുക്കി ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കെട്ട്. എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിന് വൻ തിരക്ക്. ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തിരശ്ശീല ഉയർന്നു. ഹിറ്റ്ഫോക്ക് മനുഷ്യ മനസ്സുകളെ മാനവീയതയിലേക്ക് കൈപിടിച്ചു കയറ്റുമെന്ന് മന്ത്രി R. ബിന്ദു. 8 ദിവസങ്ങളിലെ നടക്കുന്ന നാടകോത്സവത്തിൽ 3 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ അരങ്ങിലെത്തും. ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ടോൾ കമ്പനി സ്ഥാപിച്ച വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയാകുന്നു. ടോൾ കമ്പനി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ടാങ്കുകൾ ഉപയോഗശൂന്യമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.